ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് രാവിലെ തന്നെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നത്തെ ഒരു ന്യൂസ് കിട്ടിയത് അങ്ങനത്തെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പറയാമെന്ന് വെച്ചു. എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ കഷായ ഗ്രീഷ്മ എന്ന് പറയുന്ന ആ പെണ്ണിനെ കുറിച്ചാണ് പറയാൻ പോണത്. സത്യത്തിൽ നമ്മുടെ നിയമവും നമ്മുടെ ഗവൺമെൻറ്റും എന്താണ് ഇതിൽ നിന്ന് ജനങ്ങൾക്ക് ഒരു മനസ്സിലാക്കാനുള്ള ഒരു പാഠം എന്താണ് എന്ന് അറിയുന്നില്ല. കാരണം 6 പേരിനെ സൈനൈഡ് കൊടുത്ത് കൊന്ന ജോളിക്കും പരീക്ഷ എഴുതി വലിയ ഗവൺമെൻറ് ജോലിക്ക് കൊണ്ടുപോകണ പോലെ അവളിനെയും കൊണ്ടുപോയി. സ്നേഹിച്ചു എന്നുള്ളൊരു തെറ്റ് മാത്രം ചെയ്ത ചെക്കന് ജ്യൂസിൽ വിഷം കൊടുത്ത് അവനെയും കൊന്നു. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് അവരെ കൊണ്ടുപോയി പരീക്ഷ എഴുതി ഗവൺമെൻറ്റിൻ്റെ പൈസ, അതായത് ജനങ്ങളുടെ നികുതി പണം എടുത്ത് അവർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്ത് അവർക്ക് പഠിപ്പിച്ച് അവരിനെ വലുതാക്കി കോളേജിൽ കൊണ്ടുപോയി പഠിപ്പിച്ച് അവരിനെ പരീക്ഷ എഴുതിച്ചിട്ട് ഗവൺമെൻറ് എന്താ അവർക്ക് ഇനി അടുത്തത് വല്ല ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ വലിയ വലിയ ഉദ്യോഗം കൊടുക്കാൻ വേണ്ടിയാണോ സർക്കാരുകൾ ഇങ്ങനെ ചെയ്യുന്നത്? ഇതിൽ നിന്ന് നമ്മുടെ ജനങ്ങൾക്ക് എന്ത് മെസ്സേജാണ് നിയമവും നമ്മുടെ ആഭ്യന്തരവും ഈ വകുപ്പ് ചെയ്യുന്ന ഏത് മന്ത്രിയായാലും എന്താണ് ഇതിൽ നിന്ന് ഒരു മെസ്സേജ് നിങ്ങൾ കൊടുക്കുന്നത്? ഓരോ പെണ്ണുങ്ങളിലെയും ആണുങ്ങളിലെയും അച്ഛനെയും അമ്മനെയും മക്കളിനെയും സമൂഹത്തിനെയും എല്ലാ നിഷ്പ്രയാസം കൊന്നൊടുക്കുന്ന ഈ വക പെണ്ണുങ്ങളിനെയും ആണുങ്ങളിനെയൊക്കെ നിങ്ങൾ എന്ത് അവർക്ക് നല്ലത് ഇവർക്ക് എന്താ നല്ലത് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഇവർ കൊലപാതകികളല്ലേ? ഈ കൊലപാതകികളെ നിങ്ങൾ കൊണ്ടുപോയി ഈ എല്ലാ ജനങ്ങളുടെയും നികുതി പണത്തിൽ കൊണ്ടുപോയിട്ട് അവരിനെ പരീക്ഷ എഴുതിച്ചിട്ട് അവർക്ക് ജോലിയും വാങ്ങിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ അവർ ഗവൺമെൻറ് ജോലി അവർക്ക് വാങ്ങിച്ചു കൊടുക്കുമോ? അപ്പം ഈ ജയിലിലുള്ള കിടത്തിയിട്ട് കൊലപാതകികളെ കിടത്തിയിട്ട് അവർക്ക് എന്ത് മെസ്സേജാണ് അതിൽ നിന്ന് കിട്ടുന്നതെന്ന് എൻ്റെ ബുദ്ധിയിൽ തോന്നുന്നത്, നമ്മളിപ്പോൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നതിനേക്കാളും നല്ലത് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ജയിലുകളിൽ വന്ന് ജീവിക്കുന്നതല്ലേ സുഖം. കാരണം പഠിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും പഠിക്കാം. ഡ്രസ്സ് കീറിയതാണെങ്കിൽ നിങ്ങൾ ജീൻസും പാൻറ്റും സാരികളും നമ്മുടെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സുകൾ നിങ്ങൾ ഞങ്ങളുടെ പൈസയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കും. ചിക്കൻ, മട്ടൻ, ബീഫ്, മുട്ട, ചപ്പാത്തി, പൊറോട്ട അതും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഇതും ജനങ്ങളിൻ്റെ നികുതി പണമാണ്. അല്ലാണ്ട് ഇത് ഗവൺമെൻറ് ഭരിക്കുന്ന ആൾക്കാരിൻ്റെ വീട്ടിലത്തെ സ്വത്തെടുത്തല്ലല്ലോ ഈ ജയിലിലെ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നതും അവർക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കുന്നതൊക്കെ ഈ ഭരിക്കുന്ന ആൾക്കാരിൻ്റെ വീട്ടിലത്തെ സ്വത്തല്ലല്ലോ. ഇതൊക്കെ പാവപ്പെട്ട ജനങ്ങളിൻ്റെ പണമല്ലേ? ഇതിന് പ്രതികരിക്കുക തന്നെ വേണം. ഇങ്ങനെയുള്ള ജാതികളിനെ, ആണിനെ ആയാലും പെണ്ണിനെ ആയാലും ഇങ്ങനെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് എതിർക്ക് തന്നെ വേണം. ഞാനും കോൺഗ്രസ്സുകാരിയാണ്, ഞാനും അതുകൊണ്ടാണ് എതിർക്കുന്നത്. കാരണം തെറ്റ് ചെയ്യുന്നവർക്ക് നിങ്ങൾ ശിക്ഷ കൊടുക്കണം. തൂക്കി കൊല്ലാൻ വിധിച്ചവൾക്ക് എന്തിനാണ് വിദ്യാഭ്യാസം, എന്തിനാ പരീക്ഷ, ഇനി എന്തിനാണ് അവൾക്ക്? തൂക്കിക്കൊല്ലാൻ വിധിച്ചവർക്ക് ഇതിൻ്റെ ആവശ്യം എന്താണ്? ജോളിനെയും തൂക്കിക്കൊല്ലാൻ വിധിച്ചതല്ലേ? അപ്പോൾ എന്തിനാണ് ഈ തൂക്കിക്കൊല്ലാൻ വിധിച്ച ജയിൽ പുള്ളികൾക്ക് ജാമ്യവും ഇല്ലെങ്കിൽ നല്ല നടപടി എന്ന് പറഞ്ഞാൽ അവർ അഭിനയിക്കുകയാണ്. അല്ലാതെ ഒരിക്കലും ഒരു വ്യക്തിനെ കൊന്ന ഒരു കൊലപാതകിക്ക് ഇല്ലെങ്കിൽ ഒരു കൊലപാതകന് ഒരിക്കലും അവർ മാറിയെന്ന് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. അവർ മാറില്ല. കാരണം അവരിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ പ്രതികാര ബുദ്ധികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കാൻ പോലും നമ്മളുടെ ഗവൺമെൻറ്റിനും നമ്മുടെ നിയമത്തിനും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നിയമം, എന്തിനാണ് കോടതി, എന്തിനാണ് പോലീസ്, എന്തിനാണ് ഭരിക്കാനുള്ള മന്ത്രിമാർ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഈ ജയിൽ പുള്ളികൾക്കൊക്കെ കൊടുക്കുന്ന കാശും കൊണ്ട് വല്ല ആദിവാസികൾക്കോ
അല്ലെങ്കിൽ പാവപ്പെട്ടവർക്കോ കയ്യും കാലും ഇല്ലാത്തവർക്കോ കിഡ്നി പോയവർക്കോ ഹാർട്ട് പോയവർക്കോ ക്യാൻസർ വന്നവർക്കോ അങ്ങനെ നിങ്ങൾ ചെയ്തു കൊടുക്കും. ഈ ആൾക്കാരിൻ്റെ ജനങ്ങളിൻ്റെ നികുതി പണം കൊണ്ട് അങ്ങനെ ചെയ്യും ഗവൺമെൻറ്റുകളെ. ഇത് നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പേര് കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാട്ടിൽ ജീവിക്കുന്നതിനേക്കാളും നല്ലത് ജയിലിൽ പോയി കിടക്കുന്നതാണ്. കാരണം ജയിലിലാകുമ്പോൾ സുഖമുണ്ട്. ഇനിയിപ്പോൾ എനിക്കൊരാണ് വേണം തോന്നിയാൽ അതും ഗവൺമെൻറ് ചെയ്തു തരും. ലഹരി ഉപയോഗം വേണമെങ്കിൽ അതും ഗവൺമെൻറ് ചെയ്തു തരും. ഫോൺ വേണമെങ്കിൽ അതും ഗവൺമെൻറ് ചെയ്തു തരും. അപ്പോൾ ഗവൺമെൻറ് എല്ലാം സൗജന്യമായിട്ട് ഒരു ജയിൽ പുള്ളിക്ക് കൊലപാതകിക്ക് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഈ നാട്ടിൽ എന്തിനാണ് ജീവിക്കുന്നത്? ജയിലിൽ കിടക്കണതല്ലേ നല്ലത്. ജയിലാണ് എന്നുള്ളൊരു പേര് മാത്രമല്ലേ ഉള്ളൂ. അതങ്ങോട്ട് സഹിക്കുക, എല്ലാവരും കൂടി ജയിലിൽ പോവുക. അല്ല, ഇനി നമ്മൾ സമരം ചെയ്യേണ്ടത് എവിടേക്കാണെന്നറിയോ? ജനങ്ങളുടെ അടുത്താണ് ഞാൻ ഈ പറയുന്നത്. ഇനി നമ്മൾ സമരം ചെയ്യേണ്ടത് ജയിലിൻ്റെ അവിടെ പോയിട്ടാണ്. കാരണം ഈ ജയിൽ പുള്ളികളിനെയും കൊലപാതകികളിനെയും മുഴുവൻ ഇവർ പരീക്ഷ എഴുതിപ്പിച്ചിട്ട് ഗവൺമെൻറ് ജോലി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ജയിലിൽ പോയി കിടക്കാമല്ലോ എല്ലാവർക്കും കൂടിയിട്ട്. ഒരു സിനിമയിൽ ജഗതി ചെയ്ത പോലെ പായും പിരിച്ച് നടുറോട്ടിൽ കിടക്കുക. അപ്പോൾ പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോകുമല്ലോ. അപ്പോൾ ജയിലിൽ കിടക്കണതല്ലേ നല്ലത്. എന്ത് നിയമമാണ്? എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് ഈ നിയമത്തോടും ഈ കോടതിയോടും ഈ ശിക്ഷ വിധിക്കുന്ന ജഡ്ജിയോടും ഈ നിയമത്തിനോടും. തൂക്കിക്കൊല്ലാൻ വിധിച്ചെങ്കിൽ ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ തൂക്കിക്കൊല്ലണം അവരിനെ. അതാണ് നിയമം. അല്ലാണ്ട് ഈ അധ്വാനിച്ചുണ്ടാക്കിയ എല്ലാം പണിയെടുത്ത് ഉണ്ടാക്കിയ ഒരു സാധനം വാങ്ങുമ്പോൾ അതിൽ കിട്ടുന്ന നികുതി പണം കൊണ്ടുപോയിട്ട് ഇവരിനെയൊക്കെ നിങ്ങളിങ്ങനെ തീറ്റി പോറ്റി നടത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എന്താ നിങ്ങളൊക്കെ കാട്ടണമെന്ന് എനിക്കും അറിയില്ല. ഇതിൻ്റെ അധികാരങ്ങളൊക്കെ ആർക്കാണിതിൽ? ഈ കോൺഗ്രസ് ഭരണത്തിൽ ഇനിയിപ്പോൾ ഞാൻ പാർട്ടിയെ വേണ്ട പറഞ്ഞ് നടക്കും. കാരണം ഈ ഭരണമെങ്കിലും വന്നപ്പോൾ കുറച്ച് സമൂഹത്തിൽ നല്ലത് ചെയ്യുന്ന ഞാൻ ചിന്തിച്ചത്. ഒരുപാട് ഞാൻ ആഗ്രഹിച്ച ഒരാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി വരണം. നമ്മുടെ കേരളത്തിലൊരു നല്ല മുഖ്യമന്ത്രി ഉണ്ടാവണം. എല്ലാ സംസ്ഥാനങ്ങളിലും നല്ല നല്ല മുഖ്യമന്ത്രിമാർ വരണം ഇന്ത്യയിൽ എന്നൊക്കെ ഞാൻ ചിന്തിച്ച ഒരാളാണ് ഞാൻ. ഇല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി വരണം എന്ന് ചിന്തിച്ച ഒരാളാണ് ഞാൻ. ഞാൻ ഇപ്പോൾ പറയുന്നു, നിങ്ങൾക്ക് നല്ലത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ എന്തിനാണ് ഈ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഇങ്ങനെയുള്ള കൊലപാതകികൾക്ക് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം? ആ പൈസ കൊണ്ട് നിങ്ങൾ ആദിവാസി മേഖലകൾ നേരാക്കാൻ നോക്കി. ഈ കടപ്പുറത്തുള്ള ഭിത്തി ഇടിഞ്ഞു പോയിട്ട് അപകടങ്ങൾ സംഭവിക്കുന്നു, അതിന് വേണ്ട സേഫ്റ്റികൾ ചെയ്തു കൊടുക്കിൻ, സംരക്ഷണം കൊടുക്കിൻ. കടലിൽ മക്കൾക്ക് ചെയ്തു കൊടുക്കിൻ. നമ്മൾ മീനും ഇറച്ചിയൊക്കെ നന്നായി നക്കി തിന്നുന്നുണ്ടല്ലോ മീനൊക്കെ, അവരിനെ സംരക്ഷിക്കൻ. ആദിവാസികളിനെ സംരക്ഷിക്കൻ. കയ്യും ഇല്ലാത്ത കാലും ഇല്ലാത്തവർക്ക് സംരക്ഷിക്കൻ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കിൻ. അത് വാങ്ങാൻ കഴിവില്ലാത്തവർക്ക് അത് ചെയ്തു കൊടുക്കിൻ. ഈ സ്കൂളുകളിലെ കുട്ടികൾക്ക് കൊടുക്കിൻ. ഇത് ഞാൻ എത്ര പ്രാവശ്യം എന്നറിയാം ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഓരോ ദിവസം തുറക്കുമ്പോഴും ഗവൺമെൻറ് മുഴുവൻ ഇമാതിരിയുള്ള അക്രമങ്ങളാണല്ലോ നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരള ഗവൺമെൻറ് പോരാന്നല്ല, തീരെ പോരാ. ഭയങ്കര മോശമായിപ്പോയി. ഈ ആഭ്യന്തരത്തിൻ്റെ ഈ പോലീസ് വകുപ്പിൻ്റെയൊക്കെ മന്ത്രി നമ്മുടെ രമേശ് ചെന്നിത്തല സാറല്ലേ? എന്താ സാറേ ഇതൊക്കെ നിങ്ങൾ കാണിക്കുന്നത്? അപ്പം നിങ്ങളൊക്കെ, എനിക്കറിയില്ല, 37 പേരിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. തൂക്കിക്കൊല്ലണമെങ്കിൽ തൂക്കിക്കൊല്ലണം. വർഷങ്ങളോളം അവർക്ക് എന്തിനു ഇരുത്തിയിട്ട് ഞങ്ങളുടെ നികുതി പണവും കൊണ്ട് നിങ്ങൾ അവർക്ക് തിന്നാൻ കൊടുത്തിട്ട് ഇരുത്തിയിരിക്കണം അവിടെ? കൊല്ലിനവരിനെ. എത്രയോ വെള്ളപ്പൊക്കങ്ങളിൽ മരിച്ചു പോണു, എത്രയോ അപകടങ്ങളിൽ മരിച്ചു പോണു. പിന്നെ ഇവരിനെയൊക്കെ കൊല്ലാൻ എന്താ നിങ്ങൾക്ക് ഇത്ര മടി? നിഷ്ഠൂരമായിട്ട് ഈ കൊലപാതകങ്ങൾ സൈനൈഡ് കൊടുത്തിട്ടേ ഒരു കൊച്ചിനെ വരെ സൈനൈഡ് എടുത്ത് കൊന്നിരിക്കുന്നതാണ്. അവളിനെ വരെ നിങ്ങൾ പോലീസിൻ്റെ സംരക്ഷണത്തോടു കൂടി കൊണ്ടുപോയിട്ട് പരീക്ഷ എഴുതാൻ പോയിരിക്കുന്നത്. വെറും ചപ്പുകളിനെ.
ഈ ഗിരീഷ്മ പറയുന്നതും ആ ചെന്താമര എന്ന് പറയുന്നതും ഈ ജോളി എന്ന് പറയുന്നതും അതുപോലെയുള്ള കൊലപാതകൾ കുഞ്ഞു കുഞ്ഞു കുട്ടികളെ പീഡിപ്പിച്ച് കൊന്നവരിന് ഒക്കെ നിങ്ങൾ സംരക്ഷിച്ച് തിന്നാൻ കൊടുത്ത് അവർക്ക് ഇനി നിങ്ങളൊരു കാര്യം ചെയ്യും, അവളുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു കല്യാണമൊക്കെ കഴിച്ചു കൊടുത്ത് ഒരു 101 പവനും കൊടുത്ത് കല്യാണം കഴിച്ച് ഒരു 2 നില വീടും വെച്ച് കൊടുത്ത് ഒരു ഗവൺമെൻറ് ജോലിയും കൊടുത്ത് അവളെ അങ്ങോട്ട് സംരക്ഷിക്കാൻ. അപ്പം പിന്നെ നിങ്ങൾക്ക് നല്ല പേര് കിട്ടുമല്ലോ. എന്താ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്? ഇത് രമേശ് ചെന്നിത്തല സാറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നത് മുഴുവൻ ഇപ്പം മോശമാണ്. അഭയകേന്ദ്രത്തിൽ ഇരിക്കുന്നവരിന് നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുന്നു. അവിടെ നമ്മുടെ കുറച്ച് MP-മാർ MLA-മാരൊക്കെയാണ് നമ്മളുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനും അങ്ങനെ കുറച്ച് പേരൊക്കെ കണ്ടുള്ളൂ. നിങ്ങളുടെ വലിയ വലിയ നേതാക്കന്മാരിനെ ഒന്നും കണ്ടില്ലല്ലോ ആരിനെയും. എന്തേ നിങ്ങൾക്കൊക്കെ പുച്ഛമുണ്ടോ പാവപ്പെട്ട ജനങ്ങളിനെ കാണുമ്പോൾ? അവരിനെ സംരക്ഷിക്കേണ്ട കടമ നിങ്ങൾക്കുണ്ട്. കാരണം ഒരു വോട്ട് എന്ന് പറഞ്ഞാൽ നല്ല വിലയുള്ള ഒരു വോട്ടാണ്. അതിന് കോടിയല്ല, അതിന് വിലയില്ലാത്ത മതിക്കാത്തതാണ് ഒരാളിൻ്റെ ഒരു വോട്ട്. ആ വോട്ടിനുള്ളൊരു മതിപ്പെങ്കിലും നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ ആ സീറ്റിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ മന്ത്രിയാണ് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ഗുരുവായൂർ കേശവന് നെറ്റിപ്പട്ടം കിട്ടിയ പോലെയാണ് നിങ്ങളിരിക്കുന്നത്. അതല്ല വേണ്ടത്. മന്ത്രി കസേരയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാവപ്പെട്ടവരെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ രമേശ് ചെന്നിത്തല സാറിനോടാണ് പറയുന്നത്, ഈ ജോളിക്കും ഈ ഗ്രീഷ്മയ്ക്കൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഈ സമൂഹത്തിന് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? അതറിയണമെങ്കിൽ ആരെങ്കിലും എനിക്കൊന്ന് കമൻറ്റ് എഴുതുക. ഓക്കെ, ബൈ.